ഹലോ, വെൽക്കം ടു EDFIL ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. സോ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയൊക്കെയാണ് ഓരോ പ്ലേസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? നമ്മൾ രണ്ട് M1 മാസ്സുള്ള ബോഡി അതേപോലെ തന്നെ M2 മാസ്സുള്ള ബോഡീസ് എടുക്കുകയാണ്. അതായത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു പെൻ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പെന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, പെന്ന് താഴേക്ക് വീഴും അല്ലേ. ഈ പെന്നിന് മുകളിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു, എന്നിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പെന്ന് താഴേക്ക് പോവാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ദാറ്റ് മീൻസ് ഈ പെന്നിന് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് കൈൻഡ് ഓഫ് ഫോഴ്സ് വിച്ച് ഈസ് നോൺ ആസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ നമ്മൾ രണ്ട് മാസ് ബോഡീസ് എടുക്കുകയാണ്. സോ M1 മാസ്സുള്ള ഒരു ബോഡി എടുത്തു, അതേപോലെ തന്നെ M2 മാസ്സുള്ള ഒരു ബോഡി എടുത്തു, വിച്ച് ഈസ് ഡിസ്പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to, that means F is directly proportional to M1 M2 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, F is directly proportional to M1 M2. The force of gravitation which is directly proportional to the product of their masses ആണ് അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ലോ നമുക്ക് എങ്ങനെ എഴുതാം? F is directly proportional to 1/r² എന്ന് എഴുതാം. ദാറ്റ് മീൻസ് നമ്മൾ എഴുതുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിലും നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? F is inversely proportional to r² ആണ്. സോ ഈ രണ്ട് ലോസിനെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? യെസ്, F is directly proportional to M1 M2 divided by r² എന്ന് എഴുതാം അല്ലേ. Okay, so F is directly proportional to M1 M2 divided by r². So universal law of gravitation പറയുന്നത് എന്താണ്? Yes, the gravitational force which is directly proportional to the product of their masses and it is inversely proportional to the square of the distance between them. Okay, so gravitational force-നെ അതായത് എഫ് എന്ന് പറയുന്നത് M മാസ്സുള്ളൊരു ബോഡി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്മോൾ M മാസ്സുള്ളൊരു ബോഡി എടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് റീപ്ലേസ്ഡ് അറ്റ് ഡിസ്റ്റൻസ് r ആണെങ്കിൽ F is equal to mm എന്ന് എഴുതല്ലേ. F is directly proportional to mm, അതേപോലെ തന്നെ F is directly proportional to 1/r². കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ F is directly proportional to mm divided by r² എന്ന് എഴുതല്ലേ. ഓക്കെ, ദെൻ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? യെസ്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. ദാറ്റ് മീൻസ് F is equal to gmm divided by r² എന്ന് എഴുതാം, വേർ g is the gravitational constant. സോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജിയുടെ യൂണിറ്റ് എന്താണ്? യെസ്, that means g is equal to value is 6.67 into 10 raised to -11 ആണ് അല്ലേ. then യൂണിറ്റ് എന്ന് പറയുന്നത് അതായത് F is equal to gmm divided by r² ആണെങ്കിൽ നമുക്ക് ജീനെ എങ്ങനെ എഴുതാം? യെസ്, g is equal to fr² divided by m into m എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ദാറ്റ് മീൻസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? യെസ്, ന്യൂട്ടൺ ആണ് അല്ലേ. ദെൻ r² എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂട്ടൺ മീറ്റർ² എന്ന് എഴുതാം അല്ലേ. ദെൻ ഡിനോമിനേറ്ററിൽ ആരാ ഉള്ളത്? മാസ് ഇൻറ്റു മാസ് ആണ് അല്ലേ. ദാറ്റ് മീൻസ് കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കിലോഗ്രാം സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. സോ g is equal to 6.67 into 10 raised to -11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണെന്ത്? യൂണിറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് g എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. അതിനെങ്ങനെ എഴുതാം? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു -2 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ജി എങ്ങനെ എഴുതാം? ദാറ്റ് മീൻസ് g is equal to fr² divided by mm ആണ് അല്ലേ. ദെൻ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഫോഴ്സിന് എങ്ങനെ എഴുതാം? ഫോഴ്സ് is equal to മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് അല്ലേ. ദെൻ ആക്സലറേഷൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്താണ്?
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. ഓക്കെ, സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ടൈം ബൈ ടൈം എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ v ഈസ് ഈക്വൽ ടു L/T ആണ് അല്ലേ. ദാറ്റ് മീൻസ് LT⁻⁻1. ദെൻ അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എങ്ങനെ എഴുതാം? വെലോസിറ്റി ബൈ ടൈം ആണ്. സോ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു LT⁻⁻1 ഹോൾ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതുക അല്ലേ. ദെൻ ഡയമെൻഷണൽ ഫോമിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ എഴുതുക. ഓക്കെ, ദെൻ a ഈസ് ഈക്വൽ ടു LT⁻², T⁻1 T⁻−1 ആയിട്ട് മാറുന്നു ഡിനോമിനേറ്ററിൽ നിന്നും ന്യൂമറേറ്ററിലേക്ക് പോകുന്ന സമയത്ത് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ a ഈസ് ഈക്വൽ ടു LT⁻² ആണ്. അങ്ങനെയാണെങ്കിൽ f ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? യെസ്, mLT⁻² എന്ന് എഴുതാം അല്ലേ. സോ g ഈസ് ഈക്വൽ ടു mLT⁻² ഇൻറ്റു L² ഡിവൈഡഡ് ബൈ m² ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ m⁻1 ഉണ്ട്, m⁻2 ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്ററിൽ നിന്ന് m⁻2 എന്ത് ചെയ്യുന്നു? m⁻² ആയിട്ട് പോകുന്നു. സോ m⁻1 m⁻+1 m⁻² എന്തായിട്ട് മാറുന്നു? m⁻−1 ആയിട്ട് മാറുന്നു അല്ലേ. സോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് m⁻−1 ദെൻ L⁻1 ഉണ്ട്, L⁻2 ഉണ്ട്, എന്തായിട്ട് മാറുന്നു? L³ ആയിട്ട് മാറുന്നു. സോ m⁻−1 L³ T⁻² is the gravitational constant dimensional formula. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാനും നിങ്ങളും തമ്മിൽ എന്തുണ്ട്? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഞാനും ക്യാമറയും തമ്മിൽ എന്തുണ്ട്? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു പേന എടുത്തിട്ടുണ്ട്, ദെൻ രണ്ടാമത്തെ കയ്യിൽ ഞാനൊരു പേന എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് പേനകൾ തമ്മിൽ എന്തുണ്ട്? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? ഓൾവേസ് അട്രാക്റ്റീവ് ആണ് അല്ലേ. Okay, so it is always attractive. Then second one, it is a conservative force. എന്താണ് conservative force ആണ്? Before collision is equal to after collision എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. So it is a conservative force. Then next one, സെൻട്രൽ ഫോഴ്സ് ആണല്ലേ. എന്തുകൊണ്ടാണ് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്? യെസ്, അതായത് എല്ലാ ഒബ്ജക്റ്റിനെയും എർത്ത് അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് എ ലോങ് റേഞ്ച് ഓർഡർ ഫോഴ്സ്. എന്താണ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് മീൻസ് നമ്മൾ പ്ലാനറ്ററി മോഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് സണ്ണിന് ചുറ്റും ആര് റിവോൾവ് ചെയ്യുന്നുണ്ട്? സർക്കുലർ പാത്തിൽ എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, സോ സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ് അല്ലേ, കോടാനുകോടി ഡിസ്റ്റൻസ് ആണ്. സോ ആ രണ്ട് പ്ലാനറ്റ്സ് തമ്മിൽ എന്തുണ്ട്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഓർഡർ ഫോഴ്സ്. അതേപോലെ തന്നെ നമ്മൾ എർത്തിന് ചുറ്റും 3 പ്ലാനറ്ററി മോഷനിൽ, ദാറ്റ് മീൻസ് പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. എർത്തും മൂണും തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അതും ഒരുപാട് ഡിസ്റ്റൻസിലാണുള്ളത്. സോ ഇതെന്താണ്? ലോങ് റേഞ്ച് ഓർഡർ ഫോഴ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ വീക്കസ്റ്റ് ഫോഴ്സ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ് വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് ഞാനും ക്യാമറയും തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലേ. അതേ സമയത്ത് അത് അത്രയും സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണോ? അങ്ങനെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ ഞാൻ ക്യാമറന്റെ മുകളിൽ തന്നെ ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ഒരു പെൻ എടുത്തിട്ടുണ്ട്, വേറൊരു കയ്യിൽ ഒരു പെൻ എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് പെൻ എപ്പോഴും എന്ത് ചെയ്യും? കൊളാപ്സ് ചെയ്യണമായിരുന്നു. പക്ഷെ അങ്ങനെ കൊളാപ്സ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് എ വീക്കസ്റ്റ് ഫോഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മീഡിയം ടേക്കൺ. അതായത് നമ്മൾ m1 മാസുള്ള ഒരു ബോഡി എടുത്തു, m2 മാസുള്ള ഒരു ബോഡി എടുത്തു, ദെൻ അതൊരു മണ്ണെണ്ണയിലോ അല്ലെങ്കിൽ പെട്രോളിലോ ഡീസലിലോ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. ദാറ്റ് മീൻസ് അവിടെ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് സെയിം ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മീഡിയം ടേക്കൺ. ദെൻ ലാസ്റ്റ് പ്രോപ്പർട്ടി ആണെന്ത്? ഇറ്റ് ഫോംസ് ആക്ഷൻ റിയാക്ഷൻ പെയർ. ദാറ്റ് മീൻസ് m1 മാസുള്ള ഒരു ബോഡി എന്ത് ചെയ്യും? m2 മാസുള്ള ഒരു ബോഡി ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കില്ലേ, അതേപോലെ തന്നെ m2 മാസുള്ള ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? m1 മാസുള്ള ബോഡീനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഫോംസ് ആക്ഷൻ റിയാക്ഷൻ പെയർ. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. സോ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? ഒരു
സ്മോൾ എം മാസുള്ള ബോഡീനെ എർത്തിന്റെ സർഫസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, സോ എർത്തിന്റെ മാസ് വിച്ച് ഈസ് ടേക്കൺ ആസ് ക്യാപിറ്റൽ എം, ദെൻ റേഡിയസ് ഓഫ് എർത്ത് വിച്ച് ഈസ് ടേക്കൺ ആസ് ദ ക്യാപിറ്റൽ ആർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെ എഴുതാം? യെസ്, എഫ് ഈസ് ഈക്വൽ ടു ജി into mm divided by r square എന്ന് എഴുതല്ലേ. അക്കോർഡിംഗ് ടു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ F is equal to gmm divided by r square. Then according to second law of motion, that means Newton second law പ്രകാരം നമുക്ക് ഫോഴ്സിനെ എങ്ങനെ എഴുതാം? യെസ്, F is equal to ma ആണ് അല്ലേ. ഓക്കെ, സോ ഈ രണ്ട് എക്സ്പ്രഷൻസിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേറ്റ് ചെയ്യാണ്. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Yes, comparing 1 and 2 we get gmm divided by r square is equal to ma എന്ന് എഴുതല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്യാം? യെസ്, LHSൽ ഒരു m ഉണ്ട്, RHSൽ ഒരു m ഉണ്ട്, സോ വി ക്യാൻ ക്യാൻസൽ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? a is equal to gm divided by r square എന്ന് എഴുതല്ലേ. ഓക്കെ, ദെൻ ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് മീൻസ് ആക്സലറേഷൻ എന്തിന് ഈക്വൽ ആണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ജീനെ എങ്ങനെ എഴുതാം? gm ഡിവൈഡഡ് ബൈ എർത്തിന്റെ റേഡിയസ് r വിച്ച് ഈസ് ടേക്കൺ ആസ് ക്യാപിറ്റൽ R ആണ് അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം? acceleration due to gravity g which is equal to gm divided by r square എന്ന് എഴുതാം. Then the value of g, ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണ്? യെസ്, 9.8 meter per second square ആണ്. So g is the gravitational constant, r is the radius of the earth, then capital M is the mass of the earth. Clear ആണോ? Okay, then next one, unit of g. അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ജിയുടെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്സലറേഷൻ ഈക്വൽ ആണ് അല്ലേ. സോ ആക്സലറേഷന്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതേപോലെ തന്നെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ജി വിച്ച് ഈസ് ദാറ്റ് മീൻസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ ജി ഈസ് ഈക്വൽ ടു വി ബൈ ടി എന്ന് എഴുതാം. വി എന്ന് പറയുന്നത് LT⁻⁻1 ആണ്. ഡിവൈഡഡ് ബൈ ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്മോൾ ജി എന്ന് പറയുന്നത് LT⁻2 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വേരിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ജി ഡ്യൂ ടു ഹൈറ്റ് h പറയാനുണ്ട്, അതേപോലെ തന്നെ ഡ്യൂ ടു ഡെപ്ത് d. സോ വേരിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ജി, വേരിയേഷൻ in the value of g. First one, due to height h. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്മോൾ എം മാസുള്ള ബോഡിയെ എർത്തിന്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിൽ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, എർത്തിന്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിൽ ഒരു സ്മോൾ എം മാസുള്ള ഒരു ബോഡീനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ ME ഈസ് ദ മാസ് ഓഫ് ദ എർത്ത്, ദെൻ RE ഈസ് ദ റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, ദെൻ എർത്തിന്റെ സർഫസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ എങ്ങനെ എഴുതാം? യെസ്, സ്മോൾ ജി ആയിട്ട് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ h ഹൈറ്റിൽ വെച്ചിരിക്കുന്ന എം മാസുള്ള ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ എങ്ങനെ എഴുതാം? GH ആയിട്ട് എഴുതാം അല്ലേ. ഓക്കെ, സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി കാണാനുള്ള എക്സ്പ്രഷൻ എന്താ? യെസ്, G is equal to gme divided by RE square എന്ന് എഴുതാം. ഓക്കെ, സോ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ h ഹൈറ്റിൽ വെക്കുന്ന സമയത്ത് എം മാസുള്ള ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ? GH ആണ് അല്ലേ. ഓക്കെ, ദെൻ GH ആവുന്ന സമയത്ത് എന്തിനൊക്കെ ചേഞ്ച് ഉണ്ടാവും? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G കോൺസ്റ്റന്റ് ആണ് അല്ലേ, ചേഞ്ചസ് ഉണ്ടാവില്ല. ദെൻ മാസ് ഓഫ് എർത്ത് കോൺസ്റ്റന്റ് ആണ്. ദെൻ ആർക്കാണ് ഇവിടെ ചേഞ്ച് വരുന്നത്? യെസ്, റേഡിയസ് ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് RE വിച്ച് ചേഞ്ചസ് ടു RE പ്ലസ് H ആയിട്ട് മാറുന്നു അല്ലേ. RE എന്തായിട്ട് മാറുന്നു? RE പ്ലസ് H ആയിട്ട് മാറുന്നു. ഓക്കെ, സോ GH is equal to GME divided by RE plus H the whole square എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, GH divided by G is equal to RHS എന്തായിട്ട് മാറുന്നു? GME divided by RE plus H
the whole square whole divided by GME divided by R E square ആയിട്ട് മാറും അല്ലേ. ഓക്കെ, ദെൻ ഇത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? GME ഡിവൈഡഡ് ബൈ RE പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്തെഴുതാം? RE സ്ക്വയർ ഡിവൈഡഡ് ബൈ GME എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്യുന്നു? യെസ്, GME ആൻഡ് GME ക്യാൻ ബി ക്യാൻസൽ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? GH ഡിവൈഡഡ് ബൈ G വിച്ച് ഈസ് ഈക്വൽ ടു RHS ആരൊക്കെയുള്ളത്? യെസ്, RE സ്ക്വയർ ഡിവൈഡഡ് ബൈ RE പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? RE പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ നിന്ന് RE സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുകയാണ്. സോ GH ബൈ G ഈസ് ഈക്വൽ ടു RE സ്ക്വയർ ഡിവൈഡഡ് ബൈ RE സ്ക്വയർ ഇൻറ്റു ഉള്ളിൽ എന്തുണ്ടാവും? യെസ്, 1 ആണ് അല്ലേ. അതായത് REനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ RE സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ചിൽ RE ഉണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡിവൈഡഡ് ബൈ RE ചെയ്യണം അല്ലേ. സോ RE സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ RE ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്യാം? യെസ്, ന്യൂമറേറ്ററിൽ ഒരു RE സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു RE സ്ക്വയർ ഉണ്ട്. സോ വി ക്യാൻ ക്യാൻസൽ ഇറ്റ്. സോ വി ഗെറ്റ് 1 ബൈ 1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ RE ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ 1 ബൈ എക്സ് സ്ക്വയറിന് എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു -2 എന്ന് എഴുതാം അല്ലേ. അതേപോലെ തന്നെ 1 ബൈ 1 പ്ലസ് എച്ച് ബൈ RE സ്ക്വയറിന് എങ്ങനെ എഴുതാം? എക്സിന് പകരം 1 പ്ലസ് എച്ച് ബൈ RE ആണ്. സോ 1 പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ RE ഓൾ റൈസ് ടു -2 എന്ന് എഴുതാം അല്ലേ. സോ GH ബൈ G ഈക്വൽ ടു 1 പ്ലസ് എച്ച് ബൈ RE ഓൾ റൈസ് ടു -2 ആണ്. ദെൻ 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു എന്നിന് എങ്ങനെ എഴുതാം? 1 പ്ലസ് NX ആണ് അല്ലേ. ഓക്കെ, 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു N ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് 1 പ്ലസ് NX ആണ്. സോ ബൈ യൂസിങ് ദിസ് റിസൾട്ട് നമുക്ക് GH ബൈ G എങ്ങനെ എഴുതാം? GH ബൈ G വിച്ച് ഈസ് ഈക്വൽ ടു 1. അതായത് എന്നിന് പകരം ആരാണുള്ളത്? -2 ആണ് അല്ലേ. എക്സിന് പകരം H ബൈ RE ആണ്. സോ GH by G is equal to 1 minus 2H divided by RE എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ GHനെ എങ്ങനെ എഴുതാം? യെസ്, വെരി ഗുഡ്. G into 1 minus 2H divided by RE എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ acceleration due to gravity at height h. So GH is equal to G into 1 minus 2H by RE. Then height കൂടുന്നതിനനുസരിച്ച് acceleration due to gravity ക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക? യെസ്, ബൈ കമ്പയറിംഗ് ദ ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. അതായത് ഇക്വേഷൻ 1 നോക്കിക്കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ RE സ്ക്വയർ ആണ് അല്ലേ. ഇക്വേഷൻ 2ൽ എന്ത് ചെയ്യുന്നു? റേഡിയസ് വിച്ച് ചേഞ്ചസ് ടു RE പ്ലസ് എച്ച് ആയിട്ട് മാറുന്നു. സോ എന്ത് ചെയ്യുന്നുണ്ട്? ഡിനോമിനേറ്റർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഡിനോമിനേറ്റർ കൂടിക്കഴിഞ്ഞാൽ, അതായത് ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ആര് ഡിക്രീസ് ചെയ്യുന്നു? യെസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. സോ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. അതേ സമയത്ത് നല്ല ഹൈറ്റിൽ, അതായത് ഒരു ബുർജ് ഖലീഫയുടെ മുന്നിൽ, ബുർജ് ഖലീഫയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളും നമ്മളും തമ്മിൽ ഉണ്ടാവുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് മീൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവും? യെസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, സോ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, how the acceleration due to gravity which changes due to depth d. So നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ എടുത്തതുപോലെ തന്നെ RE ഈസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത്, ME ഈസ് ദ മാസ് ഓഫ് ദ എർത്ത്. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡെപ്ത് ഡിയിൽ സ്മോൾ m മാസ് ഉള്ള ഒരു ബോഡീനെ പ്ലേസ് ചെയ്യാണ്. ഡെപ്ത് ഡിയിൽ സ്മോൾ m മാസുള്ള ഒരു ബോഡീനെ പ്ലേസ് ചെയ്തു. ദെൻ സർഫസ് ഓഫ് എർത്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് ടേക്കൺ ആസ് സ്മോൾ g ആണ്. ദെൻ ഡെപ്ത് ഡിയിലാണ് വെക്കുന്നതെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് ടേക്കൺ ആസ് GD ആയിട്ട് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ G ഈസ് ഈക്വൽ ടു GME ഡിവൈഡഡ് ബൈ RE സ്ക്വയർ ആണ് അല്ലേ. ഓക്കെ, ദെൻ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് അല്ലേ. റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ME ഡിവൈഡഡ് ബൈ VE എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ME എങ്ങനെ എഴുതാം? ME ഈസ് ഈക്വൽ ടു റോ VE എന്ന് എഴുതാം അല്ലേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ME ഈസ് ഈക്വൽ ടു റോ VE ആണ്. ദെൻ സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? VE ഈസ് ഈക്വൽ ടു യെസ് 4/3 പൈ RE ക്യൂബ് ആണ് അല്ലേ.
4/3 പൈ. ഇവിടെ റേഡിയസ് ഓഫ് എർത്ത് ആണ് എടുത്തിട്ടുള്ളത്. സോ 4/3 പൈ ആർ ഇ ക്യൂബ് എന്ന് എഴുതാം. സോ മാസ് ഓഫ് എർത്ത് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു 4/3 പൈ ഇൻറ്റു ആർ ഇ ക്യൂബ് എന്ന് എഴുതാം അല്ലേ. ഓക്കെ, സോ മാസ് ഓഫ് എർത്ത് നമുക്ക് കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ മാസ് ഓഫ് എർത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ജി ഇസ് ഈക്വൽ ടു ജി എം ഇ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ എന്ന ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, യെസ്, ജി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 പൈ ആർ ഇ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ ആർ ഇ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ ഇവിടെ എന്തുണ്ട്, ന്യൂമറേറ്ററിൽ ആർ ഇ ക്യൂബ് ആണ്. സോ ദെൻ ആർ ഇ സ്ക്വയർ ഉണ്ട് ഡിനോമിനേറ്ററിൽ. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് ദ ഇക്വേഷൻ ജി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 പൈ ആർ ഇ എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ദെൻ നമുക്ക് പറയാനുള്ള സുഖത്തിന് എങ്ങനെ എഴുതാം, ജി ഇസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ജി ഇൻറ്റു റോ ഇൻറ്റു ആർ ഇ എന്ന് എഴുതാം അല്ലേ. സോ അറ്റ് ദ surface of earth acceleration due to gravity in terms of density എങ്ങനെ എഴുതാം, g is equal to 4/3 pi g rho r e എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ ഡെപ്ത് ഡിയിൽ വെക്കുന്ന സമയത്ത് ആർ ഇ എന്ത് ചെയ്യുന്നു, ആർ ഇ വിച്ച് ചേഞ്ചസ് ടു ആർ ഇ മൈനസ് ഡി ആയിട്ട് മാറുന്നു അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ദാറ്റ് മീൻസ് ജി ഡി എങ്ങനെ എഴുതാം, അറ്റ് ഡി ഡെപ്തിൽ ജി ഡി ഇസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ജി ഇൻറ്റു റോ ഇൻറ്റു ആർ ഇ മൈനസ് ഡി എന്ന് എഴുതാം അല്ലേ. ഓക്കെ, സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. ദെൻ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യെസ്, ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ഇംപ്ലൈസ് ജി ഡി ബൈ ജി ഇസ് ഈക്വൽ ടു 4/3 പൈ ജി റോ ഇൻറ്റു ആർ ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ 4/3 പൈ ഇൻറ്റു ജി ഇൻറ്റു റോ ഇൻറ്റു ആർ ഇ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ ഇതിൽ ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്യാം, യെസ്, 4/3 പൈ ജി റോ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടും, ആർ ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ ഇ എന്ന് കിട്ടും അല്ലേ. ദെൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആർ ഇനെ പുറത്തേക്ക് എടുക്കുകയാണ്. സോ ആർ ഇ ഇൻറ്റു ഉള്ളിൽ എന്തുണ്ടാവും, 1 മൈനസ് ഡി ബൈ ആർ ഇ ഹോൾ ഡിവൈഡഡ് ബൈ ആർ ഇ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് ഏതൊക്കെ ടേംസ് ക്യാൻസൽ ചെയ്യാം, ആർ ഇ ആൻഡ് ആർ ഇ ക്യാൻ ബി ക്യാൻസൽ. സോ ജി ഡി ബൈ ജി വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ ആർ ഇ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജി ഡി എങ്ങനെ എഴുതാം, ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ഇ എന്ന് എഴുതാം അല്ലേ. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ഡി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ഇ. ഓക്കെ, ദെൻ ഡെപ്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു ബൈ കമ്പയറിംഗ് ദ 2 ഇക്വേഷൻസ്, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഓക്കെ, ദെൻ അറ്റ് ഹൈറ്റ് എച്ച് ആവുന്ന സമയത്ത് ജി എച്ച് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ ഇ ആണ്. അതേപോലെ തന്നെ ഡെപ്ത് ഡി ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ഇ ആണ്. ദെൻ എച്ച് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ ഡെപ്ത് കൂടിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നു, അതായത് നമ്മളൊരു കുഴൽ കിണർ കുഴിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കുളം കുഴിക്കുകയാണ്, അപ്പം അവിടെ ഉണ്ടാവുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും. സോ ഡെപ്ത് കൂടിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേരിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ജി ഡ്യൂ ടു ഡെപ്ത് ആൻഡ് ഹൈറ്റ് എച്ച് ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എർത്ത് എടുക്കുന്നു, ദാറ്റ് മീൻസ് എർത്തിൻ്റെ സർഫസിൽ ജി ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡി ഡെപ്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ജി ഡി ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദെൻ എച്ച് ഹൈറ്റിലാണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിട്ട് മാറുന്നു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ചേഞ്ചസ് ടു ജി എച്ച് ആണ് അല്ലേ. ഓക്കെ, സോ മാക്സിമം ആക്സലറേഷൻ നമുക്ക് എവിടെയാണ് കിട്ടുന്നത്, ദാറ്റ് മീൻസ് അറ്റ് സർഫസ് ഓഫ് എർത്ത് ആണ് അല്ലേ. റേഡിയസ് ഓഫ് എർത്ത് ഈക്വൽ ആവുന്ന സമയത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് മാക്സിമം ആണ്. സോ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത് ആണ് എടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം വൈ ആക്സിസ് നമ്മൾ എന്തെടുക്കുന്നു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എടുക്കുന്നു. സോ അറ്റ് സർഫസ് ഓഫ് എർത്തിൽ
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് മാക്സിമം ആണ്. അതേ സമയത്ത് ഹൈറ്റ് കൂടുകയാണ് അല്ലേ, ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് ദ എർത്തിൽ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. അതേപോലെ തന്നെ ഡെപ്ത് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇൻസൈഡ് ദ എർത്ത് ആവുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഇത് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ട് ദെൻ ഡിക്രീസ് ചെയ്യല്ല. ദാറ്റ് മീൻസ് ഫസ്റ്റ് നമ്മൾ അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് ആവുന്ന സമയത്ത് എന്താണ്, RE വിച്ച് ഈസ് മാക്സിമം, ദാറ്റ് മീൻസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ആണ്. ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ ദാറ്റ് മീൻസ് ഗ്രാഫ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഡെപ്തിൽ എന്ത് ചെയ്യുന്നു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. സോ ഈ ഒരു ഗ്രാഫ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് G ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തറിയാം, G is equal to GM divided by R square ആണ് അല്ലേ. അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസ് ഓഫ് ദ എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ KTET എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻഡിപെൻഡന്റ് ഫാക്ടർ ഏതാണ്. ദാറ്റ് മീൻസ് ഇതിൽ മാസ് ഓഫ് ദ ബോഡീനെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ മാസ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. സോ ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ M, R ആൻഡ് ക്യാപിറ്റൽ G ആണ്. ദെൻ നെക്സ്റ്റ് G വാരിയസ് വിത്ത് എർത്ത് ഷേപ്പ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് എർത്ത് ഷേപ്പ്, ദാറ്റ് മീൻസ് നമ്മൾ എലിപ്റ്റിക്കൽ ഷേപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ G വേരീസ് വിത്ത് ഹൈറ്റ് H ആൻഡ് ഡെപ്ത് D. ദെൻ G ഡിക്രീസസ് വിത്ത് ഹൈറ്റ് H ആൻഡ് ഡെപ്ത് D. ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അതേപോലെ തന്നെ ഡെപ്ത് കൂടിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, അതായത് എർത്തിന്റെ ഷേപ്പ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഷേപ്പ് ആണ് അല്ലേ. ഓക്കെ, അപ്പം പോൾസിൽ ഡിസ്റ്റൻസ് ദാറ്റ് മീൻസ് റേഡിയസ് കുറവാണ്, അതേ സമയത്ത് ഇക്വേറ്ററിൽ എന്താണ് ഡിസ്റ്റൻസ് കൂടുതലാണ്. ദാറ്റ് മീൻസ് RE വിച്ച് ഗ്രേറ്റർ ദാൻ RP ആണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേറ്ററിലാണോ അല്ലെങ്കിൽ പോൾസിലാണോ കൂടുതൽ ഉണ്ടാവുക. ദാറ്റ് മീൻസ് നമ്മുടെ ഇക്വേഷൻ എന്താ, G is equal to GME divided by RE square ആണ് അല്ലേ. ഓക്കെ, ദെൻ ഇവിടെ RE വിച്ച് ഗ്രേറ്റർ ദാൻ RP ആണ് അല്ലേ. അപ്പോൾ RP എന്താണ്, RP കുറവാണ്. സോ RP കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് റേഡിയസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആര് കൂടും, യെസ് G എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ RE കുറവാണ്, അപ്പം എന്ത് ചെയ്യും, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. സോ മാക്സിമം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴാണ് കിട്ടുന്നത്, അറ്റ് പോൾസിലാവുന്ന സമയത്താണ് അല്ലേ. സോ അറ്റ് പോൾസ് G ഈസ് മാക്സിമം, ദെൻ അറ്റ് ഇക്വേറ്റർ G ഈസ് മിനിമം. ഓക്കെ, സോ റേഡിയസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ബിക്കോസ് എന്താണ്, രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ അറ്റ് സെൻറ്റർ ഓഫ് എർത്ത്, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു D ഡെപ്തിൽ വെച്ച സമയത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് GD ആണ്. ദെൻ GD കാണാൻ ഇക്വേഷൻ എന്തായിരുന്നു, GD ഈസ് ഈക്വൽ ടു G ഇൻറ്റു 1 - D/RE ആണ് അല്ലേ. ഓക്കെ, ദെൻ സെൻറ്റർ ഓഫ് എർത്തിൽ M is the mass of earth. Then center of earth ഈ ഡിസ്റ്റൻസ് അതായത് ഡെപ്ത് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്, യെസ് RE ഈക്വൽ ആണ് അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം, GD is equal to G ഇൻറ്റു 1 - RE divided by RE എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ D is equal to RE ആവുന്ന സമയത്താണ് ഈ ഇക്വേഷൻ എഴുതുന്നത്. സോ G ഇൻറ്റു 1 - 1 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് GD എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ സെൻറ്റർ ഓഫ് എർത്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്, 0 ആണ്. ദെൻ നെക്സ്റ്റ്, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പോൾസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്, മാക്സിമം ആണ്. അതേ സമയത്ത് ഇക്വേറ്ററിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മിനിമം ആണ്. ദെൻ ഹൈറ്റ് H കൂടുന്നതിനനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു. അതേപോലെ തന്നെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ഗ്രാവിറ്റേഷനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോമുല ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി Gക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ ഇന്റർപ്രിട്ടേഷനും കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക,
കറക്റ്റ് പഠിച്ചിട്ട് പോവുക. ദെൻ ഗ്രാവിറ്റേഷനിൽ ആ ഒരു ചാപ്റ്ററിൽ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.